ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് കേട്ടോ. ചീരോ കാട. ചീരോ കോഴി വെച്ച് ഉണ്ടാക്കാറുണ്ട്, ഇത് ചീരോ കാട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉലുവയാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ ചെറിയുള്ളിയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ചെറിയുള്ളി കുറച്ച് അധികം എടുക്കുക. നമ്മളിതിൽ ഏകദേശം ഒരു 500 ഗ്രാമോളം ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി, പിന്നെ അതുപോലെ തന്നെ എരിവിന് പാകത്തിന് വലിയ പച്ചമുളക് നടു ചെയ്തിട്ട് അതുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിട്ട് കൊടുത്താൽ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഇത് വിറകടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഗ്യാസ്മേൽ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും സംഗതികളൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ തീ അധികം കൂടാതെ കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അതിൽ വരുന്നത് മല്ലിപ്പൊടിയാണ്. മസാല ഇട്ട മല്ലിപ്പൊടി ഉണ്ടാവില്ലേ, മസാല ഇട്ട മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നല്ല നാടൻ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ നിന്ന് പൊടിച്ച നല്ല നാടൻ കുരുമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ തന്നെ പെട്ടെന്ന് തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, കരിഞ്ഞു പോകാതിരിക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ആ മസാല വേവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ച കാട കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിൽ ഏകദേശം ഒരു 8ഓളം കാടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 8ഓളം കാട, ചെറിയ കാടായിരുന്നു, 8 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല തീയിൽ ഇതിലെ വെള്ളം വറ്റുന്നത് വരെ തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല തീ വേണം, അപ്പോഴാണ് പെട്ടെന്ന് വറ്റി കിട്ടുള്ളൂ. നല്ല തീയിൽ അത് ഇളക്കി ആ വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം വെള്ളം വറ്റിയെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുക, അടുത്തത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. വെള്ളം വറ്റി വരുന്ന സമയത്ത് അപ്പോൾ ഇതിൽ വെള്ളം വറ്റിയിലാണ് വീണ്ടും മൂടി വെച്ച് തിളപ്പിച്ചു. പിന്നാണ് പാകമായപ്പോൾ അതിലേക്ക് ഒരു തേങ്ങൻ്റെ പാലാണ് നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു തേങ്ങൻ്റെ പാല് ഫുള്ളായിട്ട് ഫസ്റ്റ് ആദ്യത്തെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ. പിന്നെ ചെറിയ തീയിൽ വറ്റിച്ചെടുക്കുക, നല്ല ഗ്രേവി ടൈപ്പിലേക്ക് വരുന്നവരെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചീരോ കാട. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചെറിയ കോഴി വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമോ.